പേയാടിനടുത്തുള്ള കാവടിക്കടവ് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കുളിക്കാൻ എത്തുന്നവരും നിരവധിയാണ്. സഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോഴും അപകടം ഒളിഞ്ഞിരിക്കുന്ന കടവിൽ സുരക്ഷയൊരുക്കാതെ അധികൃതർ കണ്ണടയ്ക്കുന്നതാണ് പ്രദേശവാസികളുടെ ആരോപണം. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ വെള്ളം ഇല്ലാത്തപ്പോൾ എല്ലാവരും കറങ്ങാനൊക്കെ വരുന്ന സ്ഥലമാണ്. താഴെ മൊത്തം സ്ലാബ് ഇട്ടേക്കും, അപ്പം കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ എളുപ്പമാണ്. ഞായറാഴ്ച ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ, പക്ഷേ തിങ്കളാഴ്ച ദിവസങ്ങളൊക്കെ ഇവിടെ ജോലി ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങും. കരമനയാറിന്റെ ഭാഗമാണ് ഇക്കാണുന്ന കാവടിക്കടവ്. ദിവസവും നിരവധി പേരെത്തും. വരുന്നവർ തന്നെ വീണ്ടും വരും. ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ ഇവിടത്തെക്കുറിച്ച് പങ്കുവയ്ക്കും. ഇതോടെയാണ് വരുന്നവരുടെ എണ്ണം ദിവസേന കൂടി വന്നത്. പുറമേ കാണുന്ന മനോഹാരിതയ്ക്കപ്പുറം ആഴം കൂടിയ പാറയിടുക്കുകളും ചുഴിയും നിറഞ്ഞ പ്രദേശം കൂടിയാണിത്. ഇതൊന്നും അറിയാതെ വന്നിറങ്ങിയ 17 പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. അപകട സൂചകമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പേയാട് യൂണിറ്റ് സ്ഥാപിച്ച അപായ സൂചനാ ബോർഡുണ്ടെങ്കിലും ഇതൊന്നും സഞ്ചാരികളുടെ കണ്ണിൽ പെടാറില്ല. ഈ കടവുമായിട്ട് ബന്ധമില്ലാതെ വരുന്ന ആൾക്കാരുടെ ഇടയിലാണ് കൂടുതലായിട്ട് ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കാതെ ഇവർ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വരുന്നത് അപകടത്തിലേക്ക് ചെന്നപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രകൃതി സൗന്ദര്യം മുൻനിർത്തി ഇവിടെ സുരക്ഷിതമായ വിനോദസഞ്ചാര സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗാർഡുകളുടെ ആവശ്യം വേണമെന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തുമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഒരുപാട് പേര് വരും. പ്രദേശവാസികൾ പറയുന്നത് പോലെയുള്ള സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാൽ തലസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറും ഈ കാണുന്ന കാവടിക്കടവ്. അതിനി വേണ്ടത് അധികാരികളുടെ ഇടപെടലാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.